ഇവിടെ കൂടെ എടുക്കടാ ഞാൻ പൂറിനാടാ കൂടെ സിംഗം പശ തീരാറായി. ഏത് മയിലിനാണ് ഇത്രയും കൂടുതലെടുക്കുന്നേ? ഇതിനകത്ത് ഒഴിക്കുന്ന തീരുന്നായിട്ട് നീ കവറിനായിട്ട് അണ്ടി ഇതിനകത്തുണ്ടോ? അത് ഇളക്കിയിട്ട് അടിച്ചാൽ മതിയടാ. അതെങ്ങനെ അതെയാ തുറിയത്തെ ശകലം ശകലം കൈമാറും വിപണിയെ. ഇവിടെ വൈറസ് ദേവരാജശേഖരാജ ദേവരാജ. നമസ്കാരം. അപ്പൊ നിങ്ങളിപ്പോ ഈ കണ്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മുടെ ശബരിമലയിൽ പോയിട്ട് അരവണ പ്രസാദം വിതരണം ചെയ്യുന്ന വീഡിയോ അല്ല കണ്ടത്. കുറച്ച് കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് യുവാക്കൾ ചേർന്നിട്ട് സിന്തറ്റിക് പശ അത് ഉപയോഗിച്ച് ലഹരി കണ്ടെത്തുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ ഈ കണ്ടത്. അടിച്ച് കോണ്ടിരിഞ്ഞിട്ട് പച്ചത്തെറിയൊക്കെയാണ് ഉമ്മരി വിളിച്ചു പറയണത്. എന്താണ് ചെയ്യണത്? ഒരു ബോധവും ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ. ഇപ്പൊ ഈ ഒരു 2025 പറഞ്ഞിട്ട് ഇത്തരം കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ അപൂർവം അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുടുംബത്തിലെ 5 പേരെ ഒരുത്തൻ ക്രൂരമായി കൊന്നു. നമ്മളത് കണ്ടതാണ്. അത്തരത്തിൽ നിരവധി കേസുകൾ ഈ 2025 പറഞ്ഞിട്ട് നമ്മൾ കാണാനിടയായി. ഞാനിങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വീഡിയോൻ്റെ കണ്ണിൽപ്പെട്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ മുഖമൊക്കെ എനിക്കൊന്ന് കാണിക്കണം എന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇവരുടെ തന്തയും തള്ളയൊക്കെ അറിയണം ഇവന്മാർ എന്താണ് പുറത്ത് പോയിട്ട് കാണിച്ച് കൂട്ടുന്നതെന്നുള്ളത്. പക്ഷേ നമ്മുടെ നിയമം സമ്മതിക്കില്ല. കാരണം ഇവർ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിന് വഴിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ബ്ലർ ചെയ്യാണ്ട് കാണിക്കാനും പറ്റത്തില്ല. ഇവന്മാർ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, സിന്തറ്റിക് പശ ഉണ്ടല്ലോ, ഈ മരം കൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന, അത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത്തരം പശ ഉപയോഗിച്ചിട്ട് ലഹരി കണ്ടെത്തുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾക്ക് മുമ്പാണ് ഇത്തരൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ അടിയിൽ ഒരു 2 സഹോദരന്മാർ താമസിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നത് ടെറസിൻ്റെ മുകളിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ടെറസിൻ്റെ മുകളിൽ റൂം ഉണ്ടാവുമല്ലോ, അവിടെ ഞങ്ങൾ താമസിച്ചിരുന്നത്. അതിൻ്റെ മുകളിലാണ് വാട്ടർ ടാങ്ക് ഉള്ളത്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഈ 2 ചെറുപ്പക്കാർ വരും, മേലെ കയറും. നമ്മളും അതേപോലെ മേലെ കയറാറുണ്ട്. കാരണം നല്ല കാറ്റ് കിട്ടുന്നൊരു സ്ഥലമായതുകൊണ്ട് നമ്മൾ മേലെ കയറാറുണ്ട്. ചില സമയങ്ങളിൽ കാണാം ഈ പറയുന്ന സഹോദരൻ്റെ ഒരു സഹോദരൻ അടിച്ച് കോൺതിരിഞ്ഞ് കിടക്കുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിച്ച് കോൺതിരിഞ്ഞ് കിടക്കാമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഒരു ദിവസം ഈ പറഞ്ഞ വ്യക്തി ഇത് ഉപയോഗിക്കുന്നത് കാണാനിടയായി. ഈ പറഞ്ഞ പോലെ പശ ഒരു കവറിൽ ഇട്ടിട്ട് എന്താ പറയുക, ഊതി ബ്രീത്ത് എടുക്കുക. അപ്പോൾ ഈ പശയുടെ ഒരു ഇതുണ്ടല്ലോ, അത് ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ലഹരി കണ്ടെത്തുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയാണത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ലഹരി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇപ്പോൾ ഈ ഒരു കൂട്ടം ചെറുപ്പക്കാരും ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ്. 1 ലിറ്ററിൻ്റെ ടിൻ സിന്തറ്റിക് ഗം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇപ്പോൾ അവിടെ ഈ കൊള്ളരായ്മ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്. വേറെ ഒന്നുമല്ല, എന്തൊക്കെ പ്രതീക്ഷയോടെ ആയിരിക്കും ഇവരെ വളർത്തി ഇത്രയും എത്തിച്ചിട്ടുള്ളത്. ഇങ്ങനെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ? ചിലപ്പോൾ ഈ പറയുന്ന വീട്ടുകാർ അറിയുന്ന കൂടി ഉണ്ടാവില്ല. കാരണം വെള്ളം അടിച്ചാലൊക്കെയാണ് സ്മെല്ല് പുറത്തോട്ട് വരിക. ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെന്തറിയുന്നു? ഈ പറയുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. ഇവർ പുറത്ത് പോയിരിക്കുന്നു, അല്ലെങ്കിൽ ട്യൂഷന് പോയിരിക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോയിരിക്കുന്നു,
ഇതൊക്കെയായിരിക്കും ചിന്തിക്കുക. പക്ഷെ പുറത്ത് വന്നിട്ട് സ്വന്തം മക്കൾ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തനം, പോക്രിത്തരം, ഇതൊക്കെ നിങ്ങൾ അറിയണം, നിങ്ങൾ അന്വേഷിക്കണം. മക്കൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു. കുറച്ച് താമസിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പെൺകുട്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാർ നെട്ടോട്ടോടും, അയ്യോ എൻ്റെ മോള് വൈകിപ്പോയി, അങ്ങനെയായി ഇങ്ങനെയായി. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി, ഒരു യുവാവ് വൈകിക്കഴിഞ്ഞാൽ അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഈ പ്രശ്നങ്ങളുടെ കാരണവും. ഇപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ, 1-2 പേരൊന്നുമല്ല, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-12 പേരെങ്ങാനും ഉണ്ടെന്നുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. ഇവരുടെയൊക്കെ മാതാപിതാക്കൾ ഇതൊന്നും അറിയുന്നില്ല. ഇപ്പം എത്ര കാഴ്ചകളായി നമ്മൾ ഈ കാണുന്നത്. 2025 തുടങ്ങിയിട്ട് ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടക്കമായിട്ടുള്ളൂ. എന്തൊക്കെ കാഴ്ചകൾ. ചിലർ പറയുന്നത് അക്രമത്തിന് കാരണം സിനിമയാണെന്നാണ്. സിനിമ സ്വാധീനിക്കുന്നുണ്ടെന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. ചില ആളുകൾ പറയുന്നത് ലഹരിക്ക് അടിമപ്പെട്ടത് കൊണ്ടാണ് ഇത്തരം ക്രൈമുകളിലേക്ക് കൂടുതൽ ആളുകൾ ഇറങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ശരിയായിരിക്കാം. പക്ഷേ ലഹരി എന്ന് പറയുന്ന ഒരു സാധനം ഇതിൽ ഒരു കോമൺ ഫാക്ടറാണ്. ഇപ്പോൾ വെഞ്ഞാറമൂട്ടിൽ 5 പേരെ കൊന്നവൻ, അവൻ ഈ 5 പേരെ കൊല്ലുന്ന സമയത്ത് നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലഹരി ഒരു ഫാക്ടർ തന്നെയാണ്. അങ്ങനെ പല കേസുകൾ, എല്ലാത്തിലും ഒരു ലഹരി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കോമൺ ഫാക്ടറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചെറുപ്പക്കാർ ഇനിയിപ്പോൾ ഇതിന് വല്ലാതെ അടിമപ്പെട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പോൾ അഡിക്ഷനിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും ഇതുമൂലം ഉണ്ടാകുന്ന റിയാക്ഷൻസ്, ബോഡിയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ്, കാരണം വലിച്ചു കയറ്റുന്നത് കെമിക്കലാണ്. അല്ലാതെ ഈ സുഗന്ധദ്രവ്യത്തിൻ്റെ പുകയൊന്നുമല്ല അവർ വലിച്ചു കയറ്റുന്നത്. ഈ സിന്തറ്റിക് പശയിൽ നിന്നുണ്ടാവുന്ന, നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, നമ്മൾ പെട്രോൾ അടിക്കാൻ നേരത്ത് പെട്രോളിൻ്റെ സ്മെല്ല് നമ്മൾ കുറച്ച് നേരം ഒന്ന് സ്മെല്ല് ചെയ്താൽ തന്നെ തലയ്ക്ക് കടിക്കും. അപ്പോൾ അത്തരം സ്മെല്ലുകളാണ് ഇവന്മാർ വലിച്ച് കയറ്റി അകത്തേക്ക് എടുക്കുന്നത്. ഞാൻ പറയല്ലേ, അഡിക്ഷനിൽ നിന്നും പുറത്തോട്ട് കൊണ്ടുവന്നാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷൻസ്, ബോഡിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതൊരിക്കലും മാറാൻ സാധ്യതയില്ല. ഇൻ കേസ് ഇപ്പോൾ കഞ്ചാവ് അടിച്ചാൽ പോലും ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ ഈ ഒരു സാധനമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കുട്ടികൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനിയുള്ള സമയങ്ങളിലെങ്കിലും മാതാപിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്തേണ്ട സമയമായിരിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കാഴ്ചകൾ നമ്മൾ വീണ്ടും വീണ്ടും കാണേണ്ടി വരും. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയാസൊക്കെ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ വീണ് കിട്ടിക്കഴിഞ്ഞാൽ നോക്കണ്ട, എടുത്തിട്ട് കീച്ചും. അതിൽ നിങ്ങളുടെ കുട്ടികൾ പെടാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അവൻ എന്ത് ചെയ്യുന്നു, ഒരു റൂം അടച്ചിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ റൂമിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരം ലഹരികൾക്കൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുഖവരയ്ക്കെടുക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.